ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ, സത്യസന്ധമായിട്ട് നിങ്ങളെടുത്ത് നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒളിക്കുന്നുണ്ടോ എന്ന കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അവർ ഒളിപ്പിക്കുന്നുണ്ട് നിങ്ങളെടുത്ത്, എല്ലാ കാര്യങ്ങളൊന്നും നിങ്ങളെടുത്ത് പറയുന്നില്ല. ഞാൻ പറയാം, കുറച്ച് പേർക്ക്, എല്ലാവർക്കും ഞാൻ പറയുന്നില്ല, ഒരു 25% ആൾക്കാർക്ക് ഇവിടെ ഒരു ചെറുതായിട്ട് നിങ്ങളറിയാതെ തന്നെ അവർ വേറെ ഒരു വ്യക്തിയുമായിട്ട് ഒരു കോണ്ടാക്റ്റൊക്കെ ഉണ്ട്. ചാറ്റിങ്, കാര്യങ്ങൾ, ടോക്കിങ്, ഒരു സോഷ്യൽ മീഡിയ കണക്ഷനായിട്ട് കാണുന്നു. ചിലർക്ക് അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ഒരു ആളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ, ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാം തുറന്ന് സംസാരിക്കാൻ ഉതകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ടൈപ്പ് ഓഫ് ചീറ്റിങ് തന്നെയാണ്. നിങ്ങളോട് അവർ പറഞ്ഞിട്ടില്ല, അവർക്ക് വേണ്ടിയും കൂടി നിങ്ങളെ പേഴ്സൺ ഒരു ടൈം കണ്ടെത്തുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു നിങ്ങളോടുള്ള പോലത്തെ ഒരു റിലേഷൻഷിപ്പ് ആയിട്ടൊന്നുമല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർക്ക് ഒരു ക്രഷ് കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു 25% ആൾക്കാർക്കാണ് ഞാൻ ഈ പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് സാധിക്കും. മേക്കിംഗ് ദിസ് കാർഡ്, അതായത് 7 ഓഫ് സോർഡ്സ് എന്നൊരു കാർഡാണ്. നിങ്ങൾക്ക് കാണാം ഈ ഒരു പേഴ്സൺ പല കാര്യങ്ങളും പ്രവർത്തികളും ചെയ്തിട്ട് ഇത് ആരെങ്കിലും നിങ്ങൾ അറിയുന്നുണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ള രീതിയിൽ തിരിഞ്ഞു നോക്കുന്നുമുണ്ട്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എനർജി ഇതിൽ വ്യക്തമായിട്ട് ഇതിൻ്റെ ഡെഫിനിഷനിൽ, ഈ കാർഡിൻ്റെ ഡെഫിനിഷൻ വന്നിട്ട് തന്നെ ഡിസൈറ്റ്, ലൈസ്, നുണ പറയ്ക്കുക, ട്രിക്കറി, ചീറ്റിങ്, തെഫ്റ്റ്, കള്ളത്തരം, അങ്ങനത്തെ ഉള്ളൊരു സ്കീമിങ്, അങ്ങനത്തെ ഉള്ളൊരു റിസ്കി ബിഹേവിയർ, എനിമി, ഇതൊക്കെയാണ് ഇതിൻ്റെ ഓവറോൾ ഒരു അർത്ഥം വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മളുടെ റീഡിങ്, പെർട്ടിക്കുലർ റീഡിങ് എന്തായിരുന്നു, അവർ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും ഒളിപ്പിച്ച് വെക്കുന്നുണ്ടോ എന്നതാണ്. അത് അവർക്കറിയാം അത് ചെയ്യുന്നത് അത്ര ശരിയല്ല, അവർക്കൊരു ടൈം പാസ് പോലെ അത് എടുത്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരുപാട് പെയിൻഫുൾ ആക്കുന്ന ഒരു കാര്യമായിരിക്കണം. ഇവിടെ 3 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. ആ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാത്രമാണ്. മേ ബി അവർ മാരീഡ് ആയിരിക്കണം, മാരീഡ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഒരുപാട് പേർക്ക് മാരീഡ് പൊസിഷനിൽ നിന്നിട്ടുള്ളതാണ് കാണുന്നത്. ആ ഒരു പേഴ്സൺ മാരീഡ് ആണെങ്കിൽ പോലും അവരുടെ ഒരു പാർട്ട്ണറിൻ്റെ അടുത്ത് കൂടെ ഒന്ന് ഭയങ്കരമായിട്ട് ഡീപ്പ് കണക്ഷനിലേക്ക് പോകുന്നത് പോലും നിങ്ങൾക്ക് അത് കണ്ടു നിൽക്കാനോ എന്താ പറയുക, ചിന്തിക്കാൻ പോലും കഴിവില്ലാത്ത ഒരു കാര്യമായിരിക്കും. ആ ഒരു നിമിഷത്തിലാണ് ഇദ്ദേഹം വേറൊരാളുമായിട്ട് കൂടി ഇങ്ങനെ ടോക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് പോകുന്നത്. അത് നിങ്ങളുടെ അടുത്ത് പറയാണ്ടാണ്. നിങ്ങൾ ചോദിക്കുമ്പോൾ അവർ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ അവിടെ ഒരു കണക്ഷൻ ചെറുതായിട്ടെങ്കിലും കാണുന്നുണ്ട് 25% ആൾക്കാർക്ക്. പക്ഷേ നിങ്ങൾ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തിക്ക്, 25% ആൾക്കാരെന്ന് പറയുന്ന വ്യക്തിക്ക് ഇവിടെ നിങ്ങൾ കണ്ടോ 4 ഓഫ് പെൻഡിക്കിൾസ്. ഈ ഒരു പേഴ്സൺ തലയിലൊരു കോയിൻ, ഹൃദയത്തിലൊരു കോയിൻ, 2 കോയിനിൽ ചവിട്ടി നിൽക്കുന്നുണ്ട്. അതായത് നിങ്ങളും വേണം അവരും വേണം എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതിലേക്കാണ് നിൽക്കുന്നത്. അതവർ തുറന്നു പറയുന്നൊന്നുമില്ല. കാരണം അതെങ്ങാനും നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഒരു ഭൂകമ്പം ഉണ്ടാക്കും എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ തുറന്നു പറയുന്നില്ല. നിങ്ങളറിയാതെ തന്നെ ബാക്കി കാര്യങ്ങളിൽ, ഓഫീസിലുള്ള ഒരു ലൈക്ക് ഫ്രണ്ട്ഷിപ്പ്, അങ്ങനത്തെ ഒക്കെ ഒരു കാണുന്നുണ്ട് ഇവിടെ. ഇതിനെ നമുക്ക് തേർഡ് പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതൊരു ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം, റിലേഷൻ അങ്ങനെയൊന്നല്ല, ഡീപ്പ് കണക്ഷൻ ആയിട്ടൊന്നുമല്ല നിൽക്കുന്നത്. ഒരു ഫ്ലേർട്ടിങ് രീതിയിലുള്ള ഒരു എനർജി. അവർ സംസാരിക്കുക, അവരെ ഒരുപാട് പൊക്കി പറയുന്നുണ്ട് ആ ഒരു പേഴ്സൺ. നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതിലൊക്കെ ചെറുതായിട്ട് അവർക്കൊന്നൊരു ഇളക്കം തട്ടിയിട്ടുണ്ട്. നിങ്ങളെ പേഴ്സൺ മേ ബി കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. അത് സൗന്ദര്യം കൊണ്ടല്ല, അവരുടെ ക്യാരക്ടർ കൊണ്ട് കുറച്ചൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കണം. അവരിലേക്ക് പലരും അട്രാക്റ്റ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യമൊക്കെ മേ ബി അവർ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഒക്കെ ഇങ്ങനൊരു ആൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ആദ്യമൊക്കെ നിങ്ങൾ കേട്ടിരുന്നിട്ടുണ്ടെങ്കിലും പിന്നെ അത് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നത്തിലേക്ക് പോയിട്ടുണ്ടാക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം അവരത് തുറന്ന് പറയാത്തത്. അപ്പോൾ നിങ്ങളടുത്ത് പറയാത്ത ഒരു കാര്യമാണ് ഇത്. ബാക്കിയുള്ളൊരു 25% വിട്ടിട്ട് ബാക്കിയുള്ള ആൾക്കാർക്കെന്ന് പറയാനായിട്ട് അവരുടെ ഒരു ലൈഫിൽ അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളടുത്ത് കൂടുതലും തുറന്ന് പറയാത്ത ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. അവരുടെ പ്രശ്നങ്ങൾ, എന്താ പറയുക, ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലംസ് കാണുന്നുണ്ട്. പിന്നെ
ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസ് നടക്കുന്നതായിട്ട്, അവരുടെ ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കുറേ പേര് ഒരു കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത വ്യക്തികൾക്ക് ഇപ്പോൾ വീട്ടിൽ എന്തെങ്കിലും സ്ട്രഗിൾസ്, എന്താ പറയുക, ഈ ഒരു നിങ്ങളുടെ മാരേജിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കുറേ പേർക്കൊരു ഇൻ്റർ കാസ്റ്റ് മാരേജിൻ്റെ കാര്യം കാണുന്നുണ്ട്. അതിൽ മാരേജിൻ്റെ കാര്യത്തിൽ വീട്ടുകാർ എതിർത്ത് നിൽക്കുന്നത്, അത് നിങ്ങളുടെ അടുത്ത് മുഴുവനായിട്ടും എത്രത്തോളം ഉണ്ട് അത് എതിർപ്പെന്ന് അവർ പറഞ്ഞിട്ടില്ല. അത് അവർ ചിലപ്പോൾ പേടിക്കുന്നുണ്ടായിരിക്കണം. നിങ്ങൾ ഇനി വിട്ടു പോകുമോ ഇല്ലയോ, അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾ മനസ്സ് വേദനിക്കുമോ എന്നൊക്കെ. ഇവിടെ മോസ്റ്റ് ഓഫ് ദ തിങ്സ്, പല കാര്യങ്ങളും അവർ മറച്ചു വെക്കുന്നത് തന്നെ നിങ്ങൾക്കത് വിഷമമായാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇൻ ദ സെൻസ് നിങ്ങൾക്ക് നിങ്ങളെ വിഷമിപ്പിക്കാനും അവർക്ക് ഇഷ്ടമല്ല, എന്നാൽ അവരുടേതായിട്ടുള്ളൊരു സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു എനർജി ഉണ്ട് പലർക്കും. അങ്ങനെ കുറച്ച് പേർക്ക് ഇവിടെ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ പറയുന്ന അവിടെ ഫാമിലിയിലുള്ള എതിർപ്പുകൾ അത് മുഴുവനായിട്ടൊന്നും നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുന്നില്ല. പിന്നെ ഫിനാൻഷ്യലി വന്നിട്ടുള്ളൊരു ചെറിയതായിട്ടുള്ളൊരു ലോസ്. കുറേ പേര് ഇവിടെ ബിസിനസ് മാൻ, സ്വന്തമായിട്ട് ബിസിനസ് വുമൺ, ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അവർ പറയുന്നുണ്ടെങ്കിലും ഫിനാൻഷ്യലി പ്രോബ്ലം ആണ്, ബിസിനസ് ലോസ് ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരുടെ ഒരു എന്താ പറയുക, അടിത്തറ, ആ ഒരു പ്രശ്നം നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിയും അപ്പുറമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ കുറേ പേർക്ക് നിങ്ങളെടുത്ത് വളരെ ഇവിടെ യൂട്യൂബിൽ അത് തുറന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പ്രാവശ്യം അങ്ങനെ ഒരു വേർഡ് പോലും യൂസ് ചെയ്തിട്ട് എനിക്കിവിടെ ഇങ്ങനെ ബാൻഡായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് നിങ്ങളടുത്ത് സ്നേഹം അല്ലാതെ നിങ്ങളെ ശാരീരികമായിട്ടുള്ളൊരു ഇഷ്ടങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഇഷ്ടങ്ങളൊക്കെ ഇവിടെ വളരെയധികം അങ്ങനെ കാണുന്നുണ്ട് ഒരുപാട് നിങ്ങളെടുത്ത്. അത് പക്ഷേ നിങ്ങളടുത്ത് തുറന്നു പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുമെന്ന് വിചാരിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളുടെ എന്താ പറയുക, അങ്ങനത്തെ ഒരു നിങ്ങളെ ബോഡിയോട് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഇഷ്ടങ്ങളൊക്കെ വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ കാണണം, ഒരു തുറന്നു പറയാൻ എനിക്ക് പറ്റുന്നില്ല. അത്തരത്തിലുള്ളൊരു അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ആളുടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ഇവിടെ ഒരുപാട് കാണുന്നുണ്ട്. അത് എനിക്ക് ഒരു കാർഡിലല്ല 3 കാർഡ്സ് അങ്ങനെ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അത് അവരൊരിക്കലും തുറന്നു പറയുന്നില്ല. അങ്ങനെ ചില കാര്യങ്ങളിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ നോ കോണ്ടാക്റ്റിലുള്ളവരും ഗോയിങ് ആയിട്ടുള്ളവരും കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നോ കോണ്ടാക്റ്റിലുള്ളവർക്കും, കൂടുതലും നോ കോണ്ടാക്റ്റിലുള്ളവരല്ല, ഒരു ഓക്കെ ഗോയിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ളവരും കാണുന്നുണ്ട്. നോ കോണ്ടാക്റ്റിലുള്ളവരും ഉണ്ട് കേട്ടോ. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങൾക്കിപ്പോൾ അനുകൂലമായിട്ട് കാണുന്നില്ല. നിങ്ങളുടെ കാര്യത്തിനും നിങ്ങളുടെ റിലേഷൻഷിപ്പിനും അനുകൂലമായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നില്ല. ഇപ്പോൾ വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങളുടെ ലൈഫ് ആണെങ്കിലും എത്തി നിൽക്കുന്നത്. അതായത് നിങ്ങളോടുള്ളൊരു എനർജിയിൽ അവർക്ക് ഒരു സ്റ്റക്നെസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതെന്തുകൊണ്ടോ ഒരു എനർജി വൈബ്രേഷൻ്റെ പ്രശ്നമായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ എനർജി ഇവിടെ റിവേഴ്സാണ്. അതായത് അവർ, അതുമാത്രമല്ല ഈ ഒരു പേഴ്സൺ തലതിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. തലതിരിഞ്ഞ് നിൽക്കുമ്പോൾ അവർ കാണുന്ന പേഴ്സ്പെക്റ്റീവിലാണ് എല്ലാം ശരിയെന്ന് വിശ്വസിച്ച് നിൽക്കുന്ന ഒരു വ്യക്തികൾ. നിങ്ങൾ ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കാം ഇത് ശരിയല്ല, ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അവർ പറയുന്നതാണ് ശരി, അവർ ചെയ്യുന്നതാണ് ശരി എന്ന് അവരങ്ങോട്ട് സ്ഥാപിക്കും. അത് അല്ലെങ്കിൽ പോലും അവരങ്ങനെ സ്ഥാപിച്ചെടുക്കാനായിട്ട് ശ്രമിക്കും നിങ്ങളെടുത്ത്. അത് നിങ്ങൾക്ക് വളരെയധികം പ്രഷർ തരുന്നുണ്ടായിരിക്കാം. അവർ ചെയ്യുന്ന തെറ്റ് പോലും അവരൊന്ന് മനസ്സിലാക്കി ആക്സെപ്റ്റ് ചെയ്യാതെ നിങ്ങളായിരിക്കും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ ഒരു ഇത് കാണുന്നുണ്ട്. കാരണം ഈ ഒരു പേഴ്സൺ തലതിരിഞ്ഞിട്ടാണ് എല്ലാം വീക്ഷിക്കുന്നത്. ആ ഒരു തലതിരിഞ്ഞ ഇതിലോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കാം. അങ്ങനെയാണ് ഇവിടെ മോസ്റ്റ് ഓഫ് ഇതിലും കാണുന്നത്. നിങ്ങൾക്ക് വളരെയധികം ഉള്ളൊരു പെയിൻഫുൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. ഈ ഒരു പേഴ്സൻ്റെ ബിഹേവിയറിൽ നിന്നും നിങ്ങൾക്ക് സന്തോഷം കൂടാതെ വളരെയധികം പെയിൻഫുൾ ദുഃഖങ്ങൾ, നിങ്ങളെ അവോയ്ഡ് ചെയ്യാനോ അങ്ങനത്തെ ഉള്ളൊരു തോന്നലിലൊക്കെ നിങ്ങൾ വളരെയധികം അൺഹാപ്പിനെസ് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നത്.